Hello. Welcome to market discussion of the day. Today, April 10th, April 11th, 2025, ഫ്രൈഡേ ആണ്. സോ അതിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ ഗോൾഡിൻ്റെ റേറ്റ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഓൾമോസ്റ്റ് ഒരു ഓൾ ടൈം ഹൈയിൽ നിൽക്കുകയാണ്. ഓൾമോസ്റ്റ് ഒരു ഓൾ ടൈം ഹൈ എന്ന് പറഞ്ഞാൽ രാവിലെ ഒരു 2 മണിക്കൂർ മുന്നേ ഇത് ഓൾ ടൈം ഹൈയിൽ പോയിട്ട് ഇപ്പം ജസ്റ്റ് ഒന്ന് കറക്ഷനിലോട്ട് താഴോട്ട് വന്നതാണ്. ഓക്കെ, 3220 എന്ന് പറയുന്ന ഓൾ ടൈം ഹൈ റേറ്റ്. 1 lot of gold ഈസ് ഈക്വൽ ടു 3219. ഭയങ്കര പ്രൈസാണ്. നിങ്ങൾ ഇതിൻ്റെ ബാക്കിലോട്ടൊക്കെ എന്നിടത്ത് നോക്കുക. ഓക്കെ, ഞാൻ നിങ്ങളെ ഒരു കാര്യം കാണിച്ചു. ഇപ്പം നമുക്ക് ഒരു മന്ത്ലി ഇത് നോക്കുകയാണെങ്കിൽ നിങ്ങൾ കാണുന്നുണ്ടോ ഇതൊക്കെ? 22 കൊറോണയ്ക്ക് മുന്നേ 2019 സമയത്ത് വെറും $1221 കിടന്ന സാധനമാണ്. ഓക്കെ, $1201 കിടന്ന സാധനമാണ് ഇപ്പോൾ $3200 കിടക്കുന്നത്. ഓക്കെ, സോ എന്ന് വെച്ച് കഴിഞ്ഞാൽ $2000 കൂടിയിട്ടുണ്ട്. അതായത് അന്ന് വെറുതെ ഒരു ലോട്ട് മേടിച്ച് വെച്ച ഒരാൾക്ക് ഓൾമോസ്റ്റ് 2 കോടി രൂപ ഇപ്പോൾ പ്രോഫിറ്റ് ആയി കാണും 5 വർഷം കൊണ്ട്. കഴിഞ്ഞ വർഷം മേടിച്ചിട്ടുള്ള ആൾക്കാർക്ക് പോലും ഒരു ലോട്ട് മേടിച്ചിട്ടുള്ള ആൾക്കാർ വേറെ ഒന്നും ട്രേഡ് ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ അത്രയൊക്കെ പ്രോഫിറ്റ്. അപ്പം നമ്മൾ എന്തായാലും ട്രേഡിംഗ് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ എന്നിരുന്നാലും നമ്മളുടെ അവർലി ചാർട്ടിലോട്ട് വരാൻ എന്തായാലും. ഓക്കെ, സോ ബേസിക്കലി ഇതാണ് ഇത്. ഇതൊരു ഭയങ്കര വലിയ സംഭവമാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മാർക്കറ്റിൽ നിന്ന് ഇനിയും അടുത്തൊരു 6 മാസത്തേക്കുള്ള മൂവ്മെൻ്റ് ഒക്കെ ചിലപ്പോൾ ഇന്ന് സംഭവിക്കാം. ഓക്കെ, സോ അതുകൊണ്ടിട്ട് മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു തീരുമാനം എന്നുള്ളതാണ് എനിക്ക് ഫസ്റ്റ് പറയാനായിട്ടുള്ളത്. ഒരു കാരണവശാലും ഇന്ന് ട്രേഡ് ചെയ്യാതിരിക്കുക. ഓക്കെ, കാരണം ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പണിയാവും. കാരണം ഇന്ന് ഞാൻ ട്രേഡ് ചെയ്യരുത് എന്ന് ഒക്കെയാണ് നമ്മളെല്ലാം വിചാരിച്ച് ചിലപ്പം ഈ മൂവ്മെൻറ്റ് കാണാൻ നേരത്ത് നമുക്ക് ട്രേഡ് സംഭവിച്ചു. അത് ആരുടെയും തെറ്റല്ല, നിങ്ങളുടെ തെറ്റല്ല. ഇന്നലെ ഞാൻ പറഞ്ഞു ട്രേഡ് ചെയ്യരുതെന്ന്, പക്ഷേ ഞാൻ ട്രേഡ് ചെയ്തു. ഒരു മാർക്കറ്റിൻ്റെ ഇത്രയും വലിയ മൂവ്മെൻ്റ് ഒക്കെ കണ്ടപ്പോൾ എനിക്ക് ഓട്ടോമാറ്റിക്കലി പെട്ടെന്ന് ഒരു സംഭവം ഉണ്ടായി. ഞാൻ ട്രേഡ് ചെയ്തു, എനിക്ക് ലോസ് ഉണ്ടായി. വലിയ ലോസ് ഒന്നുമില്ല, ചെറിയ ലോസ്. പക്ഷെ എന്നിരുന്നാലും ഇങ്ങനത്തുള്ള ദിവസങ്ങളിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം ട്രേഡ് ചെയ്യാതിരിക്കുന്നത് തന്നെ ആയിരിക്കും എന്ന് ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഓർപ്പിക്കുകയാണ്. നമുക്ക് നല്ല ഓപ്പർച്യൂണിറ്റീസ് തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും കിട്ടും. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു നമ്മളുടെ ഫണ്ടമെൻ്റൽ സൈഡിലോട്ട് നമ്മൾ വരുമ്പം എക്കണോമിക് കലണ്ടർ ബേസ് ചെയ്തിട്ട് ഇന്ന് പ്രത്യേകിച്ച് ന്യൂസുകളൊന്നും തന്നെ ഇല്ല നമുക്കിന്ന്. പക്ഷേ പൊളിറ്റിക്കലായിട്ട് ഒരുപാട് ന്യൂസുകൾ ഇന്നുണ്ട്. അതിനെ പ്രമാണിച്ച് ഗോൾഡ് ഇന്ന് വൈകുന്നേരം സമയമൊക്കെ US മാർക്കറ്റ് ഓപ്പൺ ആയതിനു ശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടും. നമ്മുടെ ടേക്ക് പ്രോഫിറ്റോ അല്ലെങ്കിൽ അതേപോലെ സ്റ്റോപ്പ് ലോസ് ഒന്നും ഹിറ്റ് ആവാൻ ഉള്ള പോസിബിലിറ്റി ഇല്ല. അതൊക്കെ കൊണ്ടിട്ട് വളരെ റിസ്കി ഡേ ആണ് എന്നുള്ളതാണ് എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ പറഞ്ഞു പോകാനായിട്ടുള്ളത്. ഓക്കെ, സോ എന്താ പറയുക, നമുക്ക് താരിഫിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ താരിഫ് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നടന്നിട്ടുള്ള കാര്യത്തിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം US നിന്നൊരു താരിഫ് ഇംപ്ലിമെൻ്റ് ആയി. അതിനുശേഷം യൂറോപ്യൻ താരിഫ് ഇംപ്ലിമെൻ്റ് ആയി 25%. അതിനുശേഷം ഇതിൻ്റെ ഒരു എന്താ പറയുക ഒരു സെറ്റിൽമെൻറ്റ് എന്ന് പറയുന്ന രീതിയിൽ ഇന്നലെ US നിന്ന് വരാനായിട്ടുള്ള താരിഫ് മെനഞ്ഞാന്ന് ഈ അടുത്ത 3 മാസത്തേക്ക് താരിഫ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം യൂറോപ്പിൽ നിന്ന് US-നെതിരായിട്ട് വരാനുള്ള താരിഫ് 13-ാം തീയതി വരാനിരിക്കുന്ന താരിഫ് അതും ഒന്ന് പോസ് ചെയ്തു എന്നുള്ള യൂറോപ്യൻ യൂണിയനും യൂറോപ്യൻ ലീഡേഴ്സും പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഇത്രയും താരിഫിനെ കുറിച്ചുള്ള ബേസിക് ആയിട്ടുള്ള അപ്ഡേറ്റ്. ഓക്കെ, പക്ഷേ ചൈനീസ് പ്രോഡക്റ്റിന് 145% താരിഫാണ് ആക്ച്വലി US പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതായത് പണ്ട് നമ്മൾ US നിന്ന് $100 മേടിച്ചുകൊണ്ടിരുന്ന സാധനത്തിൻ്റെ വില $245 ആവും എന്നുള്ളതാണ് അതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, സോ അത് എന്താ പറയുക, ഭയങ്കരമായ വിലക്കയറ്റം ഉണ്ടാക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതായത് അൺസർട്ടനിറ്റി ആണ് ബേസിക്കലി മാർക്കറ്റിൽ ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ് ഗോൾഡിൽ ഇത്രയും കൂടുതൽ എന്താ പറയുക മൂവ്മെൻറ്റ്സ് നമുക്ക് കാണാൻ പറ്റുന്നത്. എല്ലാം പ്രഷറും ഗോൾഡിലോട്ടാണ് വരുന്നതെന്നുള്ള കാര്യം നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഓക്കെ, സോ എന്താ പറയുക, ചൈന പല രാജ്യങ്ങളുമായിട്ടുള്ളൊരു മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ യൂറോപ്യൻ ലീഡേഴ്സുമായിട്ടുള്ളൊരു മീറ്റിംഗ്, അവർ തമ്മിൽ ട്രേഡ് കരാറുകൾ അല്ലെങ്കിൽ ട്രേഡ് ഈസി ആയിട്ട് നടക്കാനായിട്ടുള്ള കാര്യങ്ങളെ പറ്റിയുള്ള മീറ്റിങ്ങുകൾ ചൈന നടത്തുന്നുണ്ട്.
ഓസ്ട്രേലിയ ആയിട്ടും അതേപോലെ തന്നെ യൂറോപ്പുമായിട്ടും അത് നടത്തുന്നുണ്ടെന്നുള്ളൊരു കാര്യം മനസ്സിൽ വെക്കുക. അപ്പോൾ അവർക്ക് കുറച്ചും കൂടെ ഗുണം ചെയ്യും. അല്ലെങ്കിൽ രണ്ടും ഈക്വൽ പവറാണ്, യൂറോപ്പും ചൈനയും ഈക്വൽ പവറാണ് എന്ന് അംഗീകരിച്ചുകൊണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും അംഗീകരിച്ചു കൊണ്ടിട്ടുള്ള എന്താ പറയുക, ട്രേഡ് ഈസി ആക്കാനായിട്ടുള്ള കാര്യങ്ങളെ പറ്റിയുള്ള മീറ്റിങ്സ് നടക്കുന്നുണ്ട്. ഓക്കെ, അതിൻ്റെ ടോപ്പ് ലെവൽ ഫിനാൻഷ്യൽ മീറ്റിങ്സ് നടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എന്താ പറയുക, നടന്ന് പോയിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അതൊക്കെ യു എസിനെ എങ്ങനെ അഫക്റ്റ് ചെയ്യും എന്നുള്ള കാര്യങ്ങളൊന്നും എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ഓക്കെ, അതേപോലെ തന്നെ എന്താ പറയുക, അടുത്ത വീക്കിനെ സംബന്ധിച്ചിടത്തോളം, അടുത്ത വീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ഒരു ടെക്നിക്കൽ വീക്കായിട്ട് തന്നെ നമുക്ക് കൺസിഡർ ചെയ്യാവുന്ന ഒരു വീക്കാണ് അടുത്ത വീക്ക് എന്ന് പറയുന്നത്. ഓക്കെ, എക്കണോമിക് കലണ്ടർ ബേസ് ചെയ്തിട്ട് കുറേ ന്യൂസുകളുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ എല്ലാത്തിനെക്കുറിച്ചും പറയാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷേ ഞാൻ ജസ്റ്റ് പറഞ്ഞു പോവുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക, ഇപ്പോൾ എക്കണോമിക് കലണ്ടറിൽ നമുക്ക് നെക്സ്റ്റ് വീക്കിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ മൺഡേ ട്യൂസ്ഡേ നമുക്ക് എക്കണോമിക് കലണ്ടർ ബേസ് ചെയ്തിട്ട് പ്രത്യേകിച്ച് വലിയ ന്യൂസുകളൊന്നും തന്നെ ഇല്ല എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, പക്ഷേ നമുക്ക് ബുധനാഴ്ച മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. എന്തൊക്കെയാണ് ന്യൂസുകളെന്നൊക്കെയുള്ള കാര്യം നമുക്ക് അടുത്ത ആഴ്ച സംസാരിക്കുന്നതായിരിക്കും ബെറ്റർ. കാരണം നമ്മുടെ വീഡിയോ നീണ്ടു പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. കാരണം ബുധനാഴ്ചയ്ക്ക് ഒരുപാട് ന്യൂസുകളുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ വ്യാഴാഴ്ച നമുക്ക് ടെക്നിക്കൽ സൈഡിൽ തന്നെ നിൽക്കാം. ഫ്രൈഡേ നമുക്ക് ഗുഡ് ഫ്രൈഡേ ആണ്, മാർക്കറ്റ് അവധിയാണ് എന്നുള്ളൊരു കാര്യം കൂടെ മനസ്സിലാക്കാം. പക്ഷേ ബുധനാഴ്ച വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസുകളുണ്ട് എന്നുള്ളൊരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നമ്മൾ അടുത്ത ആഴ്ച ട്രേഡ് എടുത്ത് പോകാനായിട്ട്. ഓക്കെ, കാരണം എന്താ പറയുക, ഒരുപാട് ഇപ്പം ബാങ്ക് ഓഫ് കാനഡയുടെ ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ട്, അതേപോലെ തന്നെ പവലിൻ്റെ സ്പീച്ചുണ്ട്, ഫെഡ് ചെയർ പവലിൻ്റെ സ്പീച്ചുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ അടുത്ത ബുധനാഴ്ച നടക്കാനായിട്ടുണ്ട്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് ബുധനാഴ്ച മാത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ബുധനാഴ്ച ഒരുപാട് ന്യൂസുകളുള്ള ദിവസമാണ്. ജി ബി പിയിലെ CPI വരുന്നുണ്ട് രാവിലെ 7 മണിക്ക്. ഓക്കെ, GBP ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ വളരെ നോക്കുക. റീറ്റെയിൽ സെയിൽസ് US നിന്ന് റീറ്റെയിൽ സെയിൽസ് വരുന്നുണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബാങ്ക് ഓഫ് കാനഡയുടെ ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നുണ്ട്, ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് ചേഞ്ച് ഉണ്ട്, ഫെഡ് ചെയർ പവലിൻ്റെ സ്പീച്ച് ഉണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. സോ ബുധനാഴ്ച മാർക്കറ്റിൽ നിന്ന് മാറിക്കുക. ബാക്കി എല്ലാ ദിവസവും നമുക്ക് ടെക്നിക്കൽ ഡേ ആയിട്ട് കൺസിഡർ ചെയ്ത് ട്രേഡ് ചെയ്ത് പോകാവുന്ന ദിവസം കൂടാണ്. ഓക്കെ, സോ കമ്മിങ് ടു ടെക്നിക്കൽ സൈഡ്, നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളുടെ ഏതാണ് JPY തന്നെ വരുമ്പോൾ JPY ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 143.90 എന്ന് പറയുന്ന റേഞ്ചിലാണ്. അപ്പോൾ ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 144 താഴെയായിട്ട് പോയാൽ 142 അല്ലെങ്കിൽ 140 വരെ. ഓക്കെ, JPY ഒന്നും എനിക്ക് കമൻറ്റ് പറയാനായിട്ടില്ല. 142 സപ്പോർട്ട് ചെയ്യുമായിരിക്കാം. 142 അല്ലെങ്കിൽ 140 സപ്പോർട്ട് ചെയ്താൽ മാർക്കറ്റ് 162 വരെ പോവാം. ഇല്ല, 140 ബ്രേക്ക് ചെയ്ത് താഴോട്ട് പോയാൽ അത് 120 വരെ മാർക്കറ്റ് പോകാനുള്ള പോസിബിലിറ്റിയാണ് കൂടുതലായിട്ട് കാണുന്നത്. സോ നമുക്കത് തിങ്കൾ ചൊവ്വയായിട്ടൊക്കെ നമ്മൾ വിലയിരുത്തേണ്ടി വരും. കാരണം JPY ചിലപ്പം കൂടുതലും പോസിബിലിറ്റി മാർക്കറ്റിൻ്റെ സാഹചര്യങ്ങളൊക്കെ വെച്ച് താഴോട്ട് പോകാനുള്ള പോസിബിലിറ്റി കൂടുതലായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ അത് താഴോട്ട് പോയാൽ അങ്ങനെ അപ്പം മാർക്കറ്റിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് JPY താഴോട്ട് പോകുമ്പോൾ EUR/USD അതേപോലെ GBP USD ഒക്കെ മുകളിലോട്ട് പോകും. ഓക്കെ, ഇതാണ് മാർക്കറ്റിൻ്റെ സ്വഭാവം. അപ്പം ബാക്കിയുള്ള EUR/USDയും GBP USD ഒക്കെ മുകളിലോട്ട് പോകേണ്ടുണ്ടായതുകൊണ്ട് JPY താഴോട്ട് പോകാനുള്ള പോസിബിലിറ്റിയാണ് കൂടുതലായിട്ട് കാണുന്നത്. കാരണം അത് നമുക്ക് 140 താഴെയായിട്ട് ബ്രേക്ക് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം നമ്മൾ ആ ട്രേഡ് എടുത്ത് പോകാനായിട്ടെന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. നല്ല ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് കിട്ടും. ഓക്കെ, യൂറോയിലോട്ട് നമ്മൾ വരികയാണെങ്കിൽ ഇപ്പോൾ കറൻ്റ്ലി ട്രേഡ് ചെയ്യുന്നത് 1.2609. നമ്മൾ എപ്പോഴും പറയാറുണ്ട് ബൈ ചെയ്. അപ്പോൾ നമുക്ക് ഓപ്പർച്യൂണിറ്റി മിസ്സായി പോയി എന്ന് വിചാരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാകും. പക്ഷേ അതൊന്നും കുഴപ്പമില്ല. നമുക്ക് അടുത്ത ആഴ്ച ഒന്നും കൂടെ ചിലപ്പോൾ മാർക്കറ്റ് ഒന്നും കൂടെ ഓടി താഴെ പോയി 1.100 അടുത്തോ അല്ലെങ്കിൽ 1.0800 അടുത്തോ ആയിട്ട് മാർക്കറ്റ് കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ടായതുകൊണ്ട് നമുക്ക് അവിടുന്ന് ബൈ ചെയ്ത് മുന്നോട്ട് പോവാം എന്നുള്ളതാണ് എനിക്ക് യൂറോയിൽ ബേസിക്കലി പറയാനായിട്ടുള്ളത്. ഓക്കെ, സോ യൂറോ വെയിറ്റ് ചെയ്യുക, മാർക്കറ്റ് ഒന്ന് സെറ്റിൽ ആവട്ടെ, മാർക്കറ്റ് താഴെ വരും എന്ന് നമുക്ക് വിശ്വസിക്കാം. ഓക്കെ, നേരെ നമുക്ക് GBP ഇന്നത്തെ ദിവസം മാറി നിൽക്കാം. എന്താ പറയുക, യൂറോയിൽ നിന്ന് മാറി നിൽക്കുക. നമുക്ക് മാർക്കറ്റ് താഴെ കറക്ഷൻ കിട്ടിയാൽ ഓക്കെ
ഈവൻ 1.10 കിട്ടിയാൽ പോലും നമ്മൾ ചെറിയ ചെറിയ ലോട്ട് സൈസുകൾ എടുത്ത് വാങ്ങിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് എനിക്ക് യൂറോയിൽ പറയാനായിട്ടുള്ളത്. ഓക്കെ, നേരെ നമ്മൾ GBPയിലോട്ട് വരുമ്പോൾ GBP കറൻ്റ്ലി ട്രേഡ് ചെയ്യുന്ന 1.29972 ആ റേഞ്ചിലാണ്. ബ്രേക്ക് ചെയ്ത് 1.300 ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയി എന്ന് നമുക്ക് പറയാറായിട്ടില്ല. ഓക്കെ, ഓടിക്കേറി ട്രേഡ് എടുക്കാതിരിക്കുക. പക്ഷെ ചെയ്തു പോകും നമ്മളല്ലേ. ഈവൻ എന്താ പറയുക, പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഞാൻ വരെ എന്താ പറയുക, അയ്യോ ഓപ്പർച്യൂണിറ്റി മിസ്സായി പോയല്ലോ എന്ന് വിചാരിച്ച് ട്രേഡ് എടുക്കണോ വേണ്ടേ എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ നിൽക്കാറുണ്ട്. ഓക്കെ, അപ്പം എനിക്കറിയാം, അപ്പം എന്താ പറയുക, നിങ്ങളുടെ സാഹചര്യം അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ ചിന്തിക്കും എന്നുള്ള കാര്യങ്ങൾ എനിക്ക് മനസ്സിലാവും. ഓക്കെ, പക്ഷെ എന്നിരുന്നാലും നമ്മൾ പ്രകോപിപ്പിക്കും ഇങ്ങനത്തുള്ള ദിവസങ്ങൾ ട്രേഡ് എടുക്കാതിരിക്കുക. മാർക്കറ്റ് നമുക്ക് നല്ല ഓപ്പർച്യൂണിറ്റി തരും എന്ന് വിശ്വസിക്കാം. ഓക്കെ, മാർക്കറ്റ് 1.2700 നമുക്ക് കഴിഞ്ഞ 2 ദിവസം മുന്നേ വന്നിട്ടുണ്ടായിരുന്നു. മെനഞ്ഞാന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ബൈ എടുത്തിട്ടുള്ള ആൾക്കാർക്കൊക്കെ നല്ല പ്രോഫിറ്റ് ആയിരിക്കും. ഓക്കെ, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബൈ ചെയ്യണമെന്ന്. ഓക്കെ, സോ മാർക്കറ്റ് ഇനി നമുക്കൊരു അവസരവും കൂടെ തരുമെന്ന് തന്നെ വിശ്വസിക്കാം. മാർക്കറ്റ് തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ മാർക്കറ്റ് ഒന്നും കൂടെ 1.2800 വന്ന് കിട്ടിയാൽ അവിടുന്ന് ധൈര്യമായിട്ട് ബൈ ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് എനിക്ക് GBPയിൽ പറയാനായിട്ടുള്ളത്. അല്ലാതെ വേറെ സെൽ സൈഡ് ഒന്നും തന്നെ ഇല്ല. അപ്പോൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, മാർക്കറ്റ് എവിടെ ഓടിക്കേറി പോകുമൊന്നുമില്ല എന്ന് വിശ്വസിക്കാം. ഓക്കെ, പോയതാ ഒന്നും പറയാനില്ല. ഓക്കെ, സോ ഇതാണ് എനിക്ക് GBPയിൽ പറയാനായിട്ടുള്ളത്. നേരെ നമ്മളുടെ ഫേവറേറ്റ് സാധനം, ആർക്കും പിടിതരാത്ത സാധനം, എന്താ പറയുക, നൂൽ പൊട്ടിപ്പോയ പട്ടം പോലെ പറന്നു പോകൊണ്ടിരിക്കുന്ന നമ്മളുടെ ഗോൾഡിനെ കുറിച്ച് പറയാനാണെങ്കിൽ എനിക്കറിയില്ല അളിയ. ഗോൾഡ് എങ്ങോട്ടോ പോകുന്ന, എന്തിനോ തിളയ്ക്കുന്ന സാമ്പാർ പോലെ എങ്ങോട്ടോ പോവുകയാണ്. ബെറ്റർ സ്റ്റേ അവേ ഫ്രം ദ മാർക്കറ്റ് എന്ന് മാത്രമേ എനിക്ക് പറയാനായിട്ടുള്ളൂ. കാരണം മാർക്കറ്റിൽ ഇന്ന് നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇട്ടാൽ സ്റ്റോപ്പ് ലോസ് അടിക്കില്ല, ചാൻസ് ഇല്ല സ്റ്റോപ്പ് ലോസ് അടിക്കാനായിട്ടുള്ള. ടേക്ക് പ്രോഫിറ്റ് ഇട്ടാൽ ടേക്ക് പ്രോഫിറ്റ് അടിക്കാനായിട്ടുള്ള ചാൻസും കുറവാണ്. സോ അപ്പോൾ എന്താ പറയുക, ഇവിടുത്തെ കറണ്ട് വീണ്ടും പോയിട്ടുണ്ട്. ആക്ച്വലി ഇത് കറണ്ട് പോകുന്നതല്ല, ആക്ച്വലി ഇത് ഇവിടെ എന്താ പറയുക, ഇവിടെ സെൻസർ ബേസ് ചെയ്തിട്ടാണ്. അപ്പം നമ്മൾ കുറേ നേരം ഇവിടെ അനങ്ങാതിരിക്കുമ്പോൾ, ഇവിടെ ഒരു കോമൺ റൂമിലാണ് ഇരിക്കുന്നത്, അപ്പം അനങ്ങാതിരിക്കുമ്പോൾ ഈ ലൈറ്റ് ഓട്ടോമാറ്റിക്കലി പോകുന്നതാണ്. ഓക്കെ, സോ അപ്പം അനങ്ങി കഴിഞ്ഞാൽ വീണ്ടും ലൈറ്റ് വരും. സോ ബേസിക്കലി നമുക്ക് കറണ്ട് പോയപ്പോൾ എൻ്റെ ലാപ്ടോപ്പിൻ്റെ ചാർജും കുറഞ്ഞു. സോ എന്തായാലും അതാണ് ബ്ലാക്ക് സ്ക്രീൻ ആയത്. ഓക്കെ, സോ എന്തായാലും നമ്മൾ ഗോൾഡിലോട്ട് വരുമ്പം എനിക്ക് പ്രത്യേകിച്ച് ഒരു റെക്കമെൻഡേഷനും ഇല്ല. ഓക്കെ, 3300 എത്താനുള്ള പോസിബിലിറ്റി ഉണ്ടെന്നൊക്കെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഹൈ റിസ്ക് ഡേ ആണ്, മാറി നിൽക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ബാക്കി നമുക്ക് മൺഡേ തീരുമാനിക്കാം. ഓക്കെ, ഇത്രയാണ് എനിക്ക് മാർക്കറ്റ് ഡിസ്കഷനിൽ പറയാനായിട്ടുള്ള കാര്യങ്ങൾ. നമ്മളുടെ പുതിയൊരു ബാച്ച്, ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിപ്പിക്കുന്ന ബാച്ച് അടുത്ത ചൊവ്വാഴ്ച വീണ്ടും നമ്മുടെ ക്രാഷ് കോഴ്സ് തുടങ്ങുന്നതായിരിക്കും. ഓക്കെ, ട്രേഡിംഗ് ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിക്കണമെന്ന് സീരിയസ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രം എനിക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. ഞാൻ ഉറപ്പായിട്ടും ബാക്കി കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, എന്താ പറയുക, പക്ഷേ എനിക്ക് ഉള്ള ഒരേ ഒരു റെക്കമെൻഡേഷൻ എന്താ വെച്ചാൽ, വെറുതെ ഒരു എന്താ പറയുക, ഒരു ക്യൂരിയോസിറ്റിയുടെ പേരിൽ മാത്രമായിട്ട് മാർക്കറ്റിൽ എന്താ പറയുക പഠിക്കണം എന്ന് വിചാരിച്ച് വരരുത്. സീരിയസ് ആണെങ്കിൽ മാത്രം എനിക്ക് മെസ്സേജ് അയക്കുക എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട്, എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് അത് ഇംപ്ലിമെൻ്റ് ചെയ്ത് പ്രോഫിറ്റൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, എന്താ പറയുക, ലൈക്ക് ചെയ്യുക, പറ്റുവാണെങ്കിൽ ഒരു നല്ലൊരു കമൻറ്റും ചെയ്യുക എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷൻ കൺക്ലൂഡ് ചെയ്യാണ്. മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നാളെ കാണുന്നത് വരെ ഗുഡ് ബൈ.